ഇതെങ്ങനെയുണ്ട്? സ്റ്റൈലല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് മൂത്രമൊഴിച്ചു തുടങ്ങാം, എന്നിട്ട് ക്ലാസ് ഏതെന്ന് നോക്കാം. എടാ എന്തോരം കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തെന്തോരം കാര്യങ്ങള്? ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരാട്ടാ. നീയല്ലേ പറഞ്ഞ കോളേജ് ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണോന്നൊക്കെ. എടാ പഠിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കണം. എന്നാലും ഈ കോളേജിന്റെ മൂത്രപ്പര എവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ? ലൈലു കുറച്ച് സുന്ദരകില്ലാരിമാര് വരുന്നുണ്ട് പാട്ടൊക്കെ വെച്ച്. മ്യൂസിക് ഉണ്ടല്ലോ, ഡാൻസ് ഉണ്ടല്ലോ, അവരോട് ചോദിക്കാലോ. ഹായ് എടാ. അതെ, നമ്മുടെ ഈ കോളേജിന്റെ മൂത്രപ്പുര എവിടെയെന്നറിയാം? മൂത്രപ്പുരേ ചേട്ടാ, നമ്മുടെ കോളേജിലെ മൂത്രപ്പുര എവിടെയെന്നറിയും? ഹായ്. ശരി ചേട്ടാ, ഓക്കെ എന്നാ ഞങ്ങള് നോക്കിക്കോളാം. നടക്കണ വലിയ കാര്യം. നീ വിട്ടോ? പറഞ്ഞുതരൂ. നീ എന്തിനാ തമാശ കളിക്കണ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താന്ന് അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. നിനക്ക് അറിയില്ല എന്നെ. നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ഷർട്ട് ഇട്ട് വന്നോളാം, മനസ്സിലായിടാ? കൈമാറ്റേട്ടാ, ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ്. നീ എന്താ ചിരിക്കണ? കൈമാറ്റേട്ടാ, ഇതെന്റെ മേമ മേടിച്ച ടീഷർട്ടാണേ. നീ എന്താ പേടിച്ചു പോയാ? നിന്റെ പേരെന്താടാ? ലൈലാസുരൻ. എന്ത് സുരൻ? ലൈലാസുരൻ. ലൈലാസുരനാ? എന്തോന്ന് പേരാടാ. ശരിയാണല്ലോടാ, മുൾക്കിരീടൊക്കെ വെച്ച യേശു ക്രിസ്തുവിന്റെ മോറും. എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നീ എത്രയും പെട്ടെന്ന് പെണ്ണായ? ഇതിന് മാത്രം ചിരിക്കാൻ എന്നാ? ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ, നിന്റെ പേരൊന്നും കൂടി പറഞ്ഞു കൊടുത്തടാ. ലൈലാസുരൻ അല്ലേ? ആ പേരിന് എന്തെത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താണെന്നറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ്. ഓ, PG കാര്യാണല്ലേ? മര്യാദക്ക് ഇവനെ വിളിച്ചിട്ട് കൺമുഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. വിട്ടോ. വാടോ. സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയായിരിക്കും. ശരിയാണ്ടാ. നീ ഇങ്ങോട്ട് പോലെ. നമ്മളെയല്ല നിന്നെ. ലൈലു എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയാണ്ടെന്ന് സരോയും പറഞ്ഞിരുന്നു. ലൈലു പറഞ്ഞോ? കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു, അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു, മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ, നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായതാ ചാരത്തണഞ്ഞു നിൽപ്പു, ഈ വരിക്കിടയിൽ നിന്നാർദ്രമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം. അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ, മനസ്സിലിനി ആറാത്ത പോറലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം. സഖാവ് ഇന്ന് ഇതിനൊരു തീരുമാനം. ഈ കാര്യത്തിൽ ഇനി വേറെ തീരുമാനമൊന്നുമില്ല. നിങ്ങൾ പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് ഈ മാനേജ്മെന്റിന്റെ ചർച്ചകള് ഒരു തീരുമാനം ഉണ്ടാക്കണവരെ ഈ ക്യാമ്പസിൽ പഠിക്കണം. അതന്നെ തീരുമാനം. സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണ വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും സഖാവേ. KP വത്സല മേഡം, കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ്. ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം? ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണ അകത്തോട്ട് കയറിയിട്ടുണ്ട്. മാഡം, ഇനി ഇത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും. മാഡം, മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക്. സാറിരിക്കെ, നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇരുന്നിട്ടൊന്നും കാര്യമില്ല KP വത്സല മേഡം. ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എന്റെ പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? ഹലോ, പോലീസ് സ്റ്റേഷൻ.
എനിക്കറിയാം ലൈലാസറിനെ ഇഷ്ട, എനിക്കും ലൈലാസറിനെ ഇഷ്ട. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നേ പറ്റൂ. സാറ് എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുവിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. എൻ്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന്. അതിനങ്ങ് ഫസ്റ്റ് പ്രൈസ് അടിച്ചാ നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. എന്ത്? പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൈലുവിന് ഫീൽ ആവില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയാം സാറെ പറ്റിക്കാൻ പറഞ്ഞാന്ന്. എന്താ? സോറി ഫോർ എവരിതിങ്. എന്നെ ശപിക്കരുത്. എന്റെ കൊട പറന്നുയർന്നൊരു ചെങ്കൊടിയായി ഉയർന്നു വന്നൊരു പോരാളി അസുരാസുരനെ ഉറുചുവപ്പിൻ അഭിവാദ്യങ്ങൾ. സഹാക്കളെ, കഴിഞ്ഞ 2 ആഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ. അന്ന് ലൈലാസറം കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല. കൂടുതൽ വലിച്ചായിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസറൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് DC റെപ്പായിട്ട് നമ്മുടെ SFKക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസറിനായിരിക്കും. ലൈലാസറ, അതെ, നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. പോസ്റ്റ് അടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് പോട്ടെ. വേണമെന്നില്ല, അവിടെ നിന്നാ. സഖാവേ, ഇതാണ് നമ്മുടെ താവളം, അതായത് നമ്മുടെ ക്ലാസ് റൂം. സഖാവ് ഇരിക്കി. സന്ധ്യ ഇരിക്കി. എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇതുവരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ അറിഞ്ഞില്ല. എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യമോ? അല്ല, ഞാൻ പറയാൻ വന്നതല്ല, മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ. പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഏത് മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. SFKയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ്. ഞാൻ അതങ്ങ് തരും. എന്റെ ഈ കൊല്ലം നിങ്ങൾ ഇതുവരെ 2250 കിലോമീറ്റർ 1500 കിലോമീറ്ററാണ്
നിങ്ങളൊരു 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ. സഖാവ് CK ലൈലാസുരൻ. തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി. രാഷ്ട്രീയമൊക്കെ നല്ലതാ, പക്ഷെ ഉഴപ്പരുത്. ബിജു ഫെർണാണ്ടസ്. തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു. ഐ മീൻ ബെല്ലി ഫാറ്റ്. ഫ്രീ ടൈമില് ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറങ്ങുക, നമുക്കൊരു 5 റൗണ്ട് ഓടാം. ഓക്കെ. പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ? ആന്നേ, 170 പുഷ് പഠിക്കാം.